എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ് കെമിസ്ട്രിയിൽ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ആസിഡ്സ്, ബേസസ്, സോൾട്ട്, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്ന പാഠഭാഗത്തെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇതിനകത്തിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ആരെക്കുറിച്ചാണ്? ആസിഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ആസിഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഡിഫൈൻ ആസിഡ്സ്. എന്താണ് ആസിഡ്സ്? ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഓർ H+ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അപ്പം ആസിഡുകൾ എന്ന് വെച്ചാൽ എന്താണ്? ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. അപ്പോൾ ആസിഡുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? സിംപ്ലി പറഞ്ഞാൽ ആസിഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. അവയ്ക്ക് എന്തിൻ്റെ കഴിവുണ്ട്? H+ അയോൺസിൻ്റെ അളവ് കൂട്ടാനുള്ള കഴിവുണ്ട്. H+ അയോൺസിൻ്റെ, ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള കഴിവുണ്ട്. എപ്പോഴാണ്? ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. ഏത് ലായനിയിലേക്കാണോ നമ്മൾ ആസിഡ് ഒഴിക്കുന്നത്, അപ്പം ആ ലായനിയിലെ H+ അയോൺസിൻ്റെ അളവ് എങ്ങനെ കൂടും? ആസിഡ് എന്ത് ചെയ്യും? ഈ H+നെ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? H+നെ കൊടുക്കുന്നത് വഴി ആ ലായനിയിലെ എന്ത് ചെയ്യും? H+ അയോൺസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അടുത്തത് എന്താണ്? ആസിഡിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള 4 പ്രോപ്പർട്ടീസ് ആണ്. ഹാവ് സോർ ടേസ്റ്റ്. എന്താണ്? ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഹാവ് സോർ ടേസ്റ്റ്. പുളി രുചിയാണ്. ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് ഫോംഡ് ബൈ റിയാക്ടിങ് വിത്ത് കാർബണേറ്റ്. കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആസിഡ്സ് ഏത് ഗ്യാസാണ് ഫോം ചെയ്യിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യിക്കുന്നു. അടുത്തത് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ബൈ റിയാക്ടിങ് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് സച്ച് സിങ്ക് ആൻഡ് മഗ്നീഷ്യം. സിങ്ക്, മഗ്നീഷ്യം പോലെ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസിനെയും സ്വതന്ത്രമാക്കുന്നു. ഓക്കെ, ഇതാണ് ആസിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്? പുളി രുചിയുണ്ട്. ആസിഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് പുളി രുചിയുണ്ട്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാക്കുന്നു. സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാക്കുന്നു. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? പുളി രുചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോർ ടേസ്റ്റ്. അസിഡിക് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലേ? ഇപ്പം സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, ലെമൺ, നാരങ്ങ, ഓറഞ്ച്, ഗ്രേപ്സ്, മുന്തിരി, അതിനൊക്കെ എന്താ? ഒരു പുളിയുണ്ട്. ആ പുളിക്ക് കാരണം എന്താണ്? ആ സോർ ടേസ്റ്റിനുള്ള കാരണം എന്താണ്? റീസൺ? അവയ്ക്കകത്ത് എന്തുണ്ട്? ആസിഡുണ്ട്. ആസിഡിൻ്റെ പ്രസൻസ് ഉള്ളപ്പം, ആസിഡ് ഉള്ളപ്പോൾ അതിന് എന്ത് ടേസ്റ്റ് കാണും? സോർ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ലിറ്റ്മസ് ടെസ്റ്റ് നടത്തുമ്പോൾ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു. അതുപോലെ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസും ലിബറേറ്റഡ് ആവുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഈ പ്രോപ്പർട്ടീസിനൊക്കെ പിന്നിലൊരു കാരണം കാണുമല്ലോ. നമ്മുടെ ആസിഡ്സിന് ഈ പ്രോപ്പർട്ടീസ് കിട്ടണമെങ്കിൽ, ഈ സവിശേഷതകൾ കിട്ടണമെങ്കിൽ അതിന് പൊതുവായിട്ടൊരു കാരണം കാണും. അപ്പം അതിന് കാരണം ഈ ആസിഡ്സിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ്. എന്താണ്? നെയിം ദ കോമൺ കമ്പോണൻ്റ് ഇൻ ആസിഡ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ആസിഡുകളുടെ പൊതുവായ സവിശേഷതകൾക്ക് കാരണമായ ഘടകം ഏതാണ്? ഹൈഡ്രജൻ അയോൺസ്. ഹൈഡ്രജൻ അയോണുകളാണ് ആസിഡുകളുടെ പൊതുവായ സവിശേഷതകൾക്ക് കാരണമായ ഘടകം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? കുറേ സബ്സ്റ്റൻസസ് തന്നിട്ടുണ്ട്. കുറേ പദാർത്ഥങ്ങളും അവയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്സുമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് നമ്മൾ പറഞ്ഞു, ലെമൺ എന്താണ്? സിട്രസ് ഫ്രൂട്ടാണ്. ലെമൺ, ഓറഞ്ച്, ഗ്രേപ്സ് ഒക്കെ അല്ലേ? അപ്പോൾ പുളിയുള്ള ഇത്തരം ഫ്രൂട്ട്സിൽ ഏത് ആസിഡാണ്? സിട്രസ് ഫ്രൂട്ട്സിലുള്ളത് സിട്രിക് ആസിഡാണ്. ലെമൺ ജ്യൂസിലുള്ളത് ഏതാണ്? സിട്രിക് ആസിഡ്. അടുത്തത് യോഗർട്ട് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്. തൈര്, മോര്, അതുപോലെ പാല്, അതിലൊക്കെ എന്താ ഉള്ളത്? ഏത് ആസിഡാണ് ഉള്ളത്? ലാക്റ്റിക് ആസിഡാണ് ഉള്ളത്. ടാമറിൻറ്റ്. എന്താണ് ടാമറിൻറ്റ്? പുളി. പുളിയിൽ എന്താ? ടാമറിൻറ്റ്, ടാർട്ടാറിക് ആസിഡ്. വിനെഗർ, വിനാഗിരി. വിനാഗിരിയിൽ ഏത് ആസിഡാണ്? അസറ്റിക് ആസിഡാണുള്ളത്. ഓക്കെ, അപ്പം ഈ ഓരോ സബ്സ്റ്റൻസിലും ഏത് ആസിഡ്സ് ആണെന്നൊന്ന് അറിഞ്ഞിരിക്കണം.
നെക്സ്റ്റ് എന്താണ് വരുന്നത്? ഒരു റിയാക്ഷൻ നമ്മളിപ്പോൾ ആസിഡിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഹൈലി റിയാക്റ്റീവ് മെറ്റൽസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആസിഡ് എന്ത് തരും? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുമെന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് ഡൈല്യൂട്ട് HCl. അതായത് സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് സിങ്ക്, മഗ്നീഷ്യം. അതിൽ സിങ്ക് ഡൈല്യൂട്ട് HCl, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ഉള്ള ഇക്വേഷനും എഴുതണം. അവിടെ ലിബറേറ്റഡ് ആവുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏത് ഗ്യാസാണ് ലിബറേറ്റഡ് ആവുന്നത്? ഹൈഡ്രജൻ ഗ്യാസ്. ഇക്വേഷൻ എങ്ങനെ വരും? Zn+2HCl ഗീവ്സ് ZnCl2+H2. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡോട് റിയാക്ട് ചെയ്ത് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ വാതകവുമാണ് അവിടെ സ്വതന്ത്രമാകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇനി വേറൊരു റിയാക്ഷനാണ്, അത് നമ്മൾ ആസിഡിൻ്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചതാണ്. അതായത് കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആസിഡ് എന്താണ് നൽകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ് സ്വതന്ത്രമാക്കുന്നത്. നോക്കാം. ഇൻ ദ റിയാക്ഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് വിത്ത് ഡൈല്യൂട്ട് HCl. കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ മാർബിൾ കഷ്ണങ്ങൾ. ഓക്കെ, അപ്പോൾ മാർബിൾ പീസസിൻ്റെ കെമിക്കൽ നെയിമായിട്ടാണ് നമ്മൾ കാൽസ്യം കാർബണേറ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാൽസ്യം കാർബണേറ്റ് ഡൈല്യൂട്ട് HCl റിയാക്ട് ചെയ്യുമ്പം അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വിച്ച് ടെസ്റ്റ് ക്യാൻ ബി ഡൺ ടു ഡിറ്റക്റ്റ് ദ പ്രസൻസ് ഓഫ് ദ ലിബറേറ്റഡ് ഗ്യാസ്. അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമായി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതവരുടെ ഒരു നമ്മൾ ടെസ്റ്റ് നടത്തും. എന്ത് ടെസ്റ്റാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ദ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി കളർ. അതായത് ചുണ്ണാമ്പ് വെള്ളം അടങ്ങിയ ടെസ്റ്റ് ട്യൂബിലൂടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് അത് എന്താണ്? മിൽക്കി കളറായിട്ട് മാറും, പാൽ നിറമായിട്ട് മാറും. ഈ രണ്ട് ആക്ടിവിറ്റീസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്താണ്? കാർബണേറ്റുകളുമായിട്ടാണ് ആസിഡ്സ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അവിടെ ലിബറേറ്റഡ് ആവുന്നുണ്ട്. അതുപോലെ മെറ്റൽസുമായിട്ടാണ് ആസിഡ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ലിബറേറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ് വെൻ സോഡ വാട്ടർ ഈസ് ഓപ്പൺഡ്. ഈ സോഡ വാട്ടർ അസിഡിക് ഓർ ബേസിക്? നെയിം ദ ആസിഡ് പ്രസൻറ്റ് ഇൻ സോഡ വാട്ടർ. അപ്പോൾ സോഡ വാട്ടർ നമുക്കറിയാം. സോഡ വാട്ടർ തുറക്കുമ്പോൾ ഏത് ഗ്യാസാണ് പുറത്ത് വരുന്നതെന്ന് ചോദിക്കുന്നു. നമുക്കറിയാം സോഡ വെള്ളം തുറക്കുന്ന സമയത്ത്, സോഡ കുപ്പിയൊക്കെ തുറക്കുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യും? കുമിളകളൊക്കെ വരുന്നതായിട്ട് കാണാം, ബബിൾസൊക്കെ അല്ലേ? അപ്പം ബബിൾസൊക്കെ വരുന്നു. അപ്പോൾ എങ്ങനെയാണ് സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിൽ, ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക അല്ലേ? ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? വാട്ടറിൽ ഹൈ പ്രഷറിൽ ലയിപ്പിച്ചിട്ടാണ് നമ്മൾ സോഡ വാട്ടർ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏത് ഗ്യാസ് ആയിരിക്കും അപ്പോൾ പുറത്തോട്ട് പോകുന്നത്? സോഡ ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇനി ഈ സോഡ വാട്ടർ അസിഡിക് ഓർ ബേസിക്? സോഡ വാട്ടർ അസിഡിക് ആണോ ബേസിക് ആണോ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ്? ആ പ്രോഡക്റ്റാണ് H2CO3. ആ പ്രോഡക്റ്റ് ഒരു ആസിഡാണ്, അതിൻ്റെ നെയിമാണ് കാർബോണിക് ആസിഡ്. ഇപ്പോൾ CO2+H2O, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് H2CO3. H2CO3 എന്ന് പറയുന്നത് എന്താണ്? കാർബോണിക് ആസിഡാണ്. അപ്പോൾ നമുക്കറിയാം സോഡ വാട്ടർ ഏത് നേച്ചറാണ്? അസിഡിക് നേച്ചറാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സോഡ വാട്ടറിലുള്ള ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റിയാക്ഷൻ, കെമിക്കൽ ഇക്വേഷൻസ് ആണ്, രണ്ട് ഇക്വേഷൻസ്. ഒന്ന് നമ്മളിപ്പോൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, അത് കംപ്ലീറ്റ് ചെയ്യാനാണേ. അപ്പോൾ നമുക്കവിടെ കാർബൺ ഡൈ ഓക്സൈഡ് CO2+H2O എവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് SO2 എന്ന് പറയുമ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് H2O വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം. CO2+H2O നമ്മൾ പഠിച്ചു. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പ്രോഡക്റ്റാണ് കിട്ടുന്നത്? ഒരു ആസിഡാണ്. ഏതായിരുന്നു? H2CO3. H2CO3യുടെ പേരെന്താണ്? കാർബോണിക് ആസിഡ്. ഓക്കെ, അടുത്തത് SO2 സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. സൾഫർ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്, അതും ഒരു ആസിഡാണ്. H2SO3 ആണ്. സി മാറി എസ് ആയെന്നേ ഉള്ളൂ. H2SO3 പ്രോഡക്റ്റ് ഏതാണ്? സൾഫ്യൂറസ് ആസിഡ്. ഓക്കെ, സൾഫ്യൂറസ് ആസിഡ്. അപ്പോൾ ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്.
നെക്സ്റ്റ് ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ പ്രോപ്പർട്ടീസ് നമ്മൾ ആൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. മെറ്റൽസും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റഡ് ആവുന്നു. അത് ഏത് മെറ്റലായാലും ഏത് ആസിഡ് ആയാലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നാല് എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ 2 എക്സ്പെരിമെൻറ്റിൽ മെറ്റൽസ് സെയിം ആണ്. തേർഡ് ഫോർത്തിൽ മെറ്റൽ മാറുന്നുണ്ട്. അതുപോലെ ആസിഡ് ആൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആദ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ്, പിന്നെ സൾഫ്യൂരിക് ആസിഡ്, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ അവിടെ റിയാക്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുന്നുണ്ട്. നോക്കാം നമുക്ക്. ഫസ്റ്റ് റിയാക്ഷൻ നോക്കിക്കേ, സിങ്ക് ആണ് മെറ്റൽ. ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പോൾ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഉണ്ടാവുന്നത്? ZnCl2 സിങ്ക് ക്ലോറൈഡും പ്ലസ് ഹൈഡ്രജൻ വാതകവും അവിടെ സ്വതന്ത്രമായി. ഓക്കെ, അപ്പോൾ സിങ്ക് എന്ന് പറയുന്ന മെറ്റലും ആസിഡൂടെ പ്രവർത്തിച്ചപ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റഡ് ആയി. ഇനി നമ്മൾ മെറ്റൽ അത് തന്നെയാണ്, സിങ്ക് തന്നെ യൂസ് ചെയ്തിട്ട് അടുത്ത ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യുവാണ്. പക്ഷേ ആസിഡ് നമ്മൾ മാറ്റിയല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് മാറ്റിയിട്ട് ഏതാ? സൾഫ്യൂരിക് ആസിഡാണ് സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ റിയാക്ഷൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? Zn + H2SO4 സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗീവ്സ് ZnSO4 + H2. ZnSO4 എന്താണ്? സിങ്ക് സൾഫേറ്റ് ആണ്. സിങ്ക് സൾഫേറ്റും ഹൈഡ്രജൻ ഗ്യാസും. അപ്പം ഇവിടെ എന്ത് ലിബറേറ്റഡ് ആയി? ഏത് ഗ്യാസാണ് ലിബറേറ്റഡ് ആയത്? ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ തേർഡ് എക്സ്പെരിമെൻറ്റ് നോക്കാം. തേർഡ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ മെറ്റൽ അങ്ങ് മാറ്റി. തേർഡിലും ഫോർത്തിലും ഏത് മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കി. ഏതാണ്? മഗ്നീഷ്യം, Mg. ഓക്കെ, മഗ്നീഷ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആസിഡ് ഫസ്റ്റ് കേസിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ദെൻ സൾഫ്യൂരിക് ആസിഡും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തേർഡ് എക്സ്പെരിമെൻറ്റ് നോക്കാം. അവിടെ റിയാക്റ്റൻസ് ആരൊക്കെയാണ്? മഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റലും HCl എന്ന് പറയുന്ന ആസിഡുമാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ Mg + 2HCl ഗീവ്സ് എന്തൊക്കെയാണ് പ്രോഡക്റ്റ്? MgCl2 + H2 മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ. മെറ്റൽ മാറ്റി നോക്കിയിട്ടും വ്യത്യാസമുണ്ടോ? ഹൈഡ്രജൻ ഗ്യാസ് തന്നെ എന്തായി? ലിബറേറ്റഡ് ആയി. ഓക്കെ, ഫോർത്ത് എക്സ്പെരിമെൻ്റ് എന്താണ്? അവിടെ എന്താ റിയാക്റ്റൻസ്? മെറ്റൽ സെയിം ആണ്, മഗ്നീഷ്യം. ആസിഡ് മാറ്റി പിടിച്ചു, ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. അപ്പോൾ Mg + H2SO4 ഗീവ്സ് MgSO4 + H2 മഗ്നീഷ്യം സൾഫേറ്റും ഹൈഡ്രജനും. ഓക്കെ, അപ്പോൾ ഈ 4 എക്സ്പെരിമെൻറ്റ്സിൽ നിന്ന് നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അവിടെ ലിബറേറ്റഡ് ആവുന്ന ഗ്യാസ് ഏതാണ്? വാതകം ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.